എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കും, പ്രത്യേകിച്ച് മുകേഷ് അവിടെ വേണോ അതോ വേറൊരു വ്യക്തി വേണോ എന്നുള്ളത്. ഇപ്പം 10 അംഗങ്ങളുള്ള ഒരു സമിതിയാണിത്. അതിൽ ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും ചെയ്തു. അത് ഉദാഹരണമായിട്ട് രാജീവ് രവി പറഞ്ഞു പുള്ളിക്കാരന് തിരക്കാണ്, അതുപോലെ മഞ്ജു വാര്യർ പറഞ്ഞ് തിരക്കാണെന്ന്. അങ്ങനെ 2 പേരും മാറിപ്പോയി. അതെ, ഒഴിവായി. അത് ഇപ്പം ഏതാണ്ട് 7-8 മാസമായി. രാജീവ് രവി. അപ്പം ഇനി വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും നമ്മളത് പരിഹരിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും. കാരണം അവർക്കും ഉണ്ടല്ലോ പറയാനുള്ളത്. അതുപോലെ തന്നെ WWCയിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയുണ്ട്. അപ്പോൾ പത്മപ്രിയ ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു പോളിസിയാണ്. ഒരർത്ഥത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു 20 വർഷമെങ്കിലും അത് നിലനിൽക്കണം, പോളിസിയിലെ ക്ലാരിറ്റീസ്. അപ്പം 20 വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മളിത് രൂപീകരിക്കേണ്ടത്. അപ്പോൾ അതിനകത്തുള്ള വ്യക്തത നമുക്ക് കിട്ടണം. അപ്പോൾ ഈ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ 20 വർഷം അതൊരു ഗൈഡൻസായിട്ട് മാറണം. അതൊരു ബൈബിളാണ്, ഫിലിമിൻ്റെ അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ്. അപ്പം ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ, ഒരു എപ്പിക്ക് ബഹുമാനിക്കുന്ന പോലെ തന്നെ ഇതും ബഹുമാനിക്കപ്പെടണം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അല്ല, അവർക്കറിയാം, അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം എനിക്കത് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. തീരുമാനമായി ആവും എന്നുള്ളൊരു ധാരണയാണ് എനിക്കുള്ളത്. ഈ നയരൂപീകരണ സമിതിയിൽ 2 പേര് ഒഴിവാകാൻ എന്തായിരുന്നു കാരണം? മഞ്ജു വാര്യരും അല്ല, അവരുടെ തിരക്കിൽ അവർ ഓണസ്റ്റായിട്ട് പറഞ്ഞതാണ്. അവരുടെ തിരക്കിൽ അവരുടെ സമയം ഇതിനു വേണ്ടി ചിലവാക്കാനായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ സമിതിയിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് കേട്ടോ. മുകേഷ് സ്വയം മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? അത് വ്യക്തിപരമായ അഭിപ്രായം. അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് വാസ്തവത്തിൽ. ഒരു പഴയ MLA അല്ലേ. അതെ, MLA എന്ന് പറയുന്നത് നമുക്ക് MLAയുടെ മോറൽ ഒബ്ലിഗേഷൻസ് പലതും ഉണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. ഈ അമ്മ ഇന്നലത്തെ കൂട്ടരാജിയെക്കുറിച്ച് അങ്ങ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്താ അങ്ങയുടെ ഒരു അഭിപ്രായം? അതായത് മുഴുവൻ ആളുകളും രാജിവെക്കേണ്ടിയിരുന്നോ, അതെയോ ആരോപണ വിധേയർ മാത്രം രാജിവെച്ചാൽ മതി, അങ്ങനെ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങയുടെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? അല്ല, അമ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമിതി അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് ഭംഗിയായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു തോന്നലില്ല. ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം രാജിവെക്കുന്നതില്ല, അർത്ഥമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നമുക്ക് ഈ സന്ദർഭം കേരളം തന്നെ ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അല്ലേ. അപ്പം പണ്ട് മുതലേ സ്വത്തൊക്കെ അവരുടെ വകയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ തീർച്ചയാണ്, സംശയമില്ല, അവരും മൊത്തത്തിൽ മാറി നിന്നൊരു പുതിയ കമ്മിറ്റി വരട്ടെ എന്ന് മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ നല്ല മനസ്സ് തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. ഈ നയരൂപീകരണ സമിതിയിലെ മറ്റംഗങ്ങളും അങ്ങയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ മുകേഷിൻ്റെ കാര്യത്തിൽ. എന്താണ് പൊതുവേ ഇതിൻ്റെ അഭിപ്രായം? ഈ നയരൂപീകരണ സമിതിയിലെ അംഗങ്ങളുടെ ഒരു അഭിപ്രായം എന്താ ശരിക്കും? അല്ല, അത് ഈ നയരൂപീകരണം എന്ന് പറയുന്നത് ഒരു ആക്ച്വലി നയം എന്ന് പറയുന്നത് തന്നെ ഒരു ഹയർ പ്ലെയിനിൽ ചിന്തിക്കേണ്ട വ്യക്തികളുടെ അറിവുകളാണ്. നയം നമുക്ക് 20-25 വർഷം നിൽക്കുക എന്ന് പറയുന്നത് കാലഘട്ടം സിനിമ എങ്ങനെ വളരുന്നു എന്നുള്ള കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്
ഈ അനലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയത് അല്ലേ. അപ്പോൾ ഇനി ഡിജിറ്റലിൽ നിന്ന് നമ്മൾ വേറൊരു സ്വഭാവത്തിലേക്ക് മാറും. അപ്പം എല്ലാവർക്കും ഇപ്പം ഫോണിൽ പോലും പടമെടുത്ത് സിനിമ എടുക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാണ് എന്ന് പോലും ആലോചിക്കേണ്ട സന്ദർഭങ്ങളിലേക്ക് തിരിയുന്നു. പുതിയ പുതിയ ടെക്നോളജി സിനിമയെ കൂടുതൽ അതായത് ആൾക്കാരിലേക്ക് കൂടുതൽ ഇപ്പം ഞാൻ തന്നെ OTT ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ OTT ആണ്. അത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഇവർ രണ്ടുപേർക്കും OTT വേണമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് കേരള ഗവൺമെൻറ് തന്നെ, അല്ല നമ്മുടെ KSFDC തന്നെ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സാർ ഞാൻ ചോദിച്ചത്, മുകേഷിനെ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ മറ്റ് അംഗങ്ങളൊക്കെ അഭിപ്രായം പറഞ്ഞില്ല. ആരും പറഞ്ഞിട്ടില്ല. കാരണം ആ ഒരു അംഗമല്ലേ. അപ്പോൾ ആരും അതിനെപ്പറ്റി എന്നോട് സൂചിപ്പിച്ചിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. ഉചിതമായ തീരുമാനം എന്നുണ്ടാവും. സാർ, ഈ ഹിന്ദു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു KSFTCക്കെതിരെയും സാറിനെതിരെയും ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അവരെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവർ സിനിമ ചെയ്തു, 40 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. ഇപ്പോൾ OTTയിലും ഉണ്ട്. അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ OTTയിൽ, ആ സിനിമയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ OTT പോയി നോക്കിയാൽ മതി. ഒരു സിനിമ എങ്ങനെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഏത് തരത്തിലുണ്ടാവണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ 1.5 കോടി രൂപയ്ക്ക് ഞങ്ങൾക്ക് എന്ത് തന്നു എന്നുള്ളത് ആ OTTയിൽ കൂടി നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം, റേറ്റിംഗ് എന്നെ അറിയിക്കുക.